നമ്മൾ ദൈവിക ജ്ഞാനമുള്ളവരായി ദൈവിക ജ്ഞാനം പ്രാപിക്കാം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശവാക്യം 29 നമുക്ക് നോക്കാം. സദൃശവാക്യങ്ങൾ ശലോമോൻ തൻ്റെ ജ്ഞാനത്തെ കൂടി പറയുന്ന തൻ്റെ വാക്യങ്ങളാണ്, തൻ്റെ അമ്മ പഠിപ്പിച്ച കാര്യങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആ ഉപദേശങ്ങളും ഒരു ജ്ഞാനി എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ തുടർന്ന് വരുന്ന 1 മുതൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇനി നമുക്ക് 29-ാമത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ 29-ാമത്തെ അധ്യായത്തിലും ഒരു ജ്ഞാനിയും ദുഷ്ടന്, ശരിക്കും ഈ ശലോമോന്റെ എല്ലാ അധ്യായങ്ങളും ഒരു കമ്പാരിസൺ ആണ്. ഒരു ദുഷ്ടൻ എങ്ങനെയാണെന്നും ഒരു ജ്ഞാനിയായ വ്യക്തി എങ്ങനെയാണെന്നുള്ള ഒരു കമ്പാരിസൺ ആണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ചാൽ ജ്ഞാനം, നോളജ്, വിസ്ഡം ആൻഡ് നോളജ്, ഇത് രണ്ടും 2 രീതിയിലാണ്. ജ്ഞാനം എന്നത് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുക, നോളജ് നമുക്ക് ബുക്ക് പഠിക്കുമ്പോഴും പലപ്പോഴും നമുക്ക് അല്ലാതെ ലഭിക്കുന്നത്. പക്ഷേ ജ്ഞാനം എന്നത് ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്നത്. അത് ലഭിക്കേണ്ടവർ, അത് കിട്ടേണ്ടതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ സദൃശവാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അതിനകത്ത് ജ്ഞാനികളുടെ ഒരു ഗുണം ഇതിനകത്ത് പറയുന്നത് 8ഉം 11ഉം വാക്യങ്ങളിൽ കാണുന്നു. ജ്ഞാനികളോ ക്രോധത്തെ ശമിപ്പിക്കുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. അപ്പോൾ 21-ാം അധ്യായത്തിൽ ഏറ്റവും കൂടുതലായി ജ്ഞാനികൾ എന്താണ് ചെയ്യുന്നത്? ക്രോധത്തെ ശമിപ്പിക്കുന്നു. ഒരു വരക്കുണ്ടാക്കാനല്ല നോക്കുന്നത്, ആ വരക്കിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറുക, അതിനെ എങ്ങനെ ശമിപ്പിക്കാം എന്നാണ് ഒരു ജ്ഞാനി അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവർ അവൻ്റെ കാലിന് ഒരു വല വിരിക്കുന്നു. അപ്പോൾ നാം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുന്നതാണ്, തൻ്റെ കൂട്ടുകാരൻ്റെ തെറ്റിലും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കും. സാരമില്ല, നീ ചെയ്തത് ശരിയാണെന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ടാണ് നമ്മൾ ഈ ലോകത്തിൽ കാണുന്നത്. അഥവാ അവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോയാലും അവർ കൂട്ടുകാരിൽ നിന്ന് നമ്മളിൽ നിന്ന് അകന്നു. പക്ഷേ യഥാർത്ഥ ഒരു കൂട്ടുകാരൻ എന്താണെന്ന് വെച്ചാൽ മുഖസ്തുതി പറയുന്നവരല്ല. എന്താണ് തെറ്റ്, എന്താണ് കാര്യമെന്ന് നമ്മുടെ മുഖത്ത് നോക്കി സത്യമായി പറയുന്നതാണ് ഒരു നല്ല കൂട്ടുകാരന്. അതാണ് ജ്ഞാനിയായ ഒരു കൂട്ടുകാരൻ. അങ്ങനെ നമുക്ക് അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങളിൽ കാണുമ്പം ഇനി 15-ാമത്തെ വാക്യത്തിൽ കാണുന്നു, വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു. ജ്ഞാനത്തെ എന്താണ് നൽകുന്നത്? വടിയും ശാസനയും. ഒരു മാതാവ്, ഒരു പിതാവ് എങ്ങനായിരിക്കണം? തൻ്റെ മക്കളെ അടിച്ച് ശാസിച്ച് വളർത്തണം. കുഞ്ഞുങ്ങളെ തൻ്റെ ഇഷ്ടത്തിന് വിടുന്ന മക്കൾ എങ്ങനെയായിരിക്കും? അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. 15-ാം വാക്യത്തിൽ കാണുന്നു, തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. ഒരു കുഞ്ഞ് സദൃശവാക്യത്തിൽ നിന്ന് നമുക്കൊരു വാക്യം അറിയാം, ബാലൻ നടക്കേണ്ടുന്ന വരിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും വിട്ടുമാറുകയില്ല. ബാലനായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവനെ ശാസിച്ചും അടിച്ചും വളർത്തി അവനെ നേരായ പാതയിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഒരു ചെടി ചെറുതായിരിക്കുമ്പോൾ തന്നെ ആ ചെടിയെ നന്നായിട്ട് നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുവരാൻ കഴിയും. അതൊരു വലിയ മരമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ വെട്ടിക്കളയാനല്ലാതെ നമുക്ക് കഴിയുകയില്ല. അപ്പോൾ അമ്മയ്ക്ക് മാനമുണ്ടാകും. അമ്മയെ ലജ്ജിപ്പിക്കാനല്ല ഒരു മകൻ നോക്കുന്നത്. അമ്മയ്ക്ക് മാനമാവണമെങ്കിൽ ആ കുഞ്ഞിനെ ജ്ഞാനത്തിൽ വളർത്തണം. ആ ജ്ഞാനം നൽകുന്നതാണ് വടിയും ശാസനയും. അതേപോലെ തന്നെ നിന്റെ മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസമാകും. കുഞ്ഞുങ്ങളെ ആ പ്രായത്തിൽ അവൻ ചെയ്യുന്ന ചെറിയ തെറ്റുകളെ പോലും ശിക്ഷിച്ച് അവനെ നേർവഴിയിൽ നടത്തുമ്പോൾ ആ ഭാവിയിൽ നമുക്കൊരു ആശ്വാസമായി മാറും. അത് കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്ന പ്രയാസമായിട്ട് തോന്നും. പക്ഷേ പിന്നീട് അതൊരു നല്ല ഇതായിരുന്നു എന്ന് അവർക്ക് സ്വയമായി പറയുവാൻ കഴിയും. നമുക്ക് 22-ാമത്തെ വാക്യത്തെ നോക്കുമ്പോൾ കാണാം, കോപമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, ക്രോധമുള്ളവൻ അതിക്രമം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ജ്ഞാനികൾ കോപത്തെ ശമിപ്പിക്കുന്നു. പക്ഷേ കോപവും ക്രോധവും ഉണ്ടാക്കുന്നവരെങ്ങനെയാണ്? അതിക്രമം വർദ്ധിപ്പിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ദൈവിക ജ്ഞാനമുള്ളവരായി ദൈവിക ജ്ഞാനം പ്രാപിക്കാം. ശലോമോൻ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ദൈവം എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ശലോമോൻ മറ്റൊന്നും ചോദിച്ചില്ല, ഈ ലോകത്തിൽ ഒരു കാര്യവും ചോദിച്ചില്ല, പക്ഷേ ജ്ഞാനമാണ് ചോദിച്ചത്. അപ്പോൾ ദൈവിക ജ്ഞാനമുള്ളവൻ കോപം ശമിപ്പിക്കുകയും ക്രോധത്തെ ശമിപ്പിച്ച് വഴക്കുണ്ടാക്കാതെ ആശ്വാസത്തിൽ കൂടി കൊണ്ടുപോകുന്നതാണ്. തൻ്റെ മക്കളെ ശാസിക്കുകയും അവനെ ഒരു ജ്ഞാനമുള്ള പിതാവിന് മാത്രമേ തൻ്റെ മക്കളെ ജ്ഞാനത്തിൽ വളർത്തുവാൻ കഴിയുകയുള്ളൂ. അടുത്ത 23-ാം വാക്യത്തിൽ കാണുന്നു, മനുഷ്യന്റെ ഗർഭം അവനെ താഴ്ത്തി കളയുന്നു, മനോവിനയമുള്ളവനും മാനം ലഭിക്കുന്നു.
അടുത്തതായിട്ടൊരു ജ്ഞാനിയുടെ ലക്ഷണമാണ് വിനയം. താൻ തൻ്റെതിൽ ഗർവിച്ച് പ്രായമുള്ളവനായി തീരുക. അഹങ്കരിച്ചു പോകുന്നവൻ എങ്ങനെയാണ്? അവൻ സ്വന്തമായി താഴ്ത്തിക്കളയാണ്. പക്ഷേ ഒരു ദൈവിക ജ്ഞാനമുള്ള പൈതൽ താൻ വിനയത്തോടെ താഴ്മയോടെ നിൽക്കുമ്പോൾ അവന് മാനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 25 താഴോട്ട് കാണുന്നു, മനുഷ്യഭയം ഒരു കെണിയാകുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നു രക്ഷ പ്രാപിക്കുന്നു. അപ്പോൾ നമ്മൾ മനുഷ്യരെ ഭയന്ന്, മുമ്പ് പറഞ്ഞ പോലെ തന്നെ കൂട്ടുകാരനെ ഭയന്ന് നമ്മൾ അവർക്ക് വേണ്ടി മുഖസ്തുതി പറയുകയും, അതുപോലെ നമ്മൾ കോപം, ക്രോധം എന്നീ ഈർഷ്യയും ഒക്കെ വന്ന് വഴക്കുണ്ടാക്കിയല്ല ചെയ്യുന്നത്. ക്രിസ്തുവിൽ ദൈവത്തിൽ ആശ്രയിച്ച് യഹോവയിൽ ആശ്രയം വെച്ച് സത്യം പറഞ്ഞ് മുന്നോട്ട് പോവുക. മനുഷ്യരെ ഭയന്നുകൊണ്ടല്ല, നേരായ പാതയിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക. ദൈവിക ജ്ഞാനം നിങ്ങളെ പ്രാപിക്കുക. ദൈവിക ജ്ഞാനമുണ്ടെങ്കിൽ എല്ലാം ക്ഷമിപ്പിക്കാനും സമാധാനത്തോടെ നീതിയോട് നമുക്ക് സർവ്വം നയിക്കുവാനിടയാകും. ശലോമോന് ലഭിച്ചതുപോലെ ദൈവിക ജ്ഞാനം നമ്മൾ ഓരോരുത്തരും ലഭിക്കുമാറാകട്ടെ. ദൈവീക വചനങ്ങളാൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുമാറാകട്ടെ.